എല്ലാവർക്കും നമസ്കാരം. ഭക്തരക്ഷകനായ ഭഗവാന്റെ ഉഗ്രരൂപത്തിലുള്ള കഥയാണ് നരസിംഹാവതാരം. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു പുരാണ കഥ എന്നതിലുപരി ഭക്തിയുടെ ശക്തി കൊണ്ട് അവനവനിലുള്ള നന്മ അത് എങ്ങനെ വിജയം കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സന്ദേശങ്ങൾ പകർന്നു തരുന്ന ഒന്നാണ് ഈ കഥ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ വെച്ച് 4ാമത്തെ അവതാരമായ നരസിംഹ അവതാരം അതെന്തുകൊണ്ട് മറ്റവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഭക്തർക്ക് ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ അതേസമയം അല്ലെങ്കിൽ ഒരേ സമയം ശത്രുക്കൾക്ക് ഉഗ്രമൂർത്തിയായി നിലകൊള്ളുന്നു. ഇതാണ് ഈ കഥയിലെ രത്നചുരുക്കം. അതുകൊണ്ട് ഈ കഥയെ കേവലം ഒരു കഥയായല്ല, പകരം അവനവൻ്റെ സ്വന്തം ജീവിതമാണ് എന്ന് കണ്ടുകൊണ്ട് ആർക്കാണോ ഇതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അവർ ദുരിതങ്ങളിൽ നിന്നും ശത്രുപീഠകളിൽ നിന്നും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം, നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ, അതായത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ ഈ ദൃഷ്ടിപ്രപഞ്ചത്തിൽ അദൃശ്യമായിരിക്കുന്ന പ്രപഞ്ചശക്തിയായിട്ടാണ് ഭഗവാൻ വിലയം പ്രാപിച്ചു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചശക്തിയെ കാണാൻ സാധിക്കില്ല. എന്നാൽ അനുഭവിച്ചറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുന്നവന് ഉറപ്പായും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരൊറ്റ കാരണത്താലാണ് ഭഗവാൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് സംശയാതീതമായി ഇതേക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന മഹത്തായ തത്വമാണ് ഇതിലൂടെ ശ്രീ വേദവ്യാസൻ ഭക്തർക്ക് നൽകുന്ന ആ ഒരു യഥാർത്ഥ സന്ദേശം. മാത്രവുമല്ല, ശ്രീ മഹാഭാഗവതത്തിൽ വളരെ ശ്രദ്ധയോടെ ഈ കഥാഭാഗം വായിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം ബോധ്യമാകും. അതായത് ഈ ഹിരണ്യകശിപുവിൻ്റെയും പ്രഹ്ലാദൻ്റെയും സ്വഭാവങ്ങൾ അത് പരസ്പര വിരുദ്ധമായ 2 തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതിലാദ്യത്തേത് ഈ ഹിരണ്യകശിപു എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഹിരണ്യകശിപുവിൻ്റെ കഥ സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് ഈ ഹിരണ്യാക്ഷൻ എന്നാൽ ഹിരണ്യത്തിൽ ദൃഷ്ടിയുള്ളവൻ, അതായത് സ്വർണത്തിൽ ദൃഷ്ടിയുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വരാഹ രൂപത്തിൽ മഹാവിഷ്ണു തൻ്റെ കൂടപ്പിറപ്പായ ഹിരണ്യാക്ഷനെ വധിച്ചതിൽ കുപിതനായ ഹിരണ്യകശിപു വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യുക എന്ന ആ ഒരു ഏക ലക്ഷ്യത്തോടെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കഠിനമായ തപസ്സാരംഭിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ആ കഠിനമായ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനെ തുടർന്ന് ഈ ഹിരണ്യകശിപു തനിക്ക് മരണം സംഭവിക്കാനേ പാടില്ല എന്ന ആ ഒരു ലക്ഷ്യത്തോടെ അതിസങ്കീർണമായ ഒരു വരശ്രേണി തന്നെ ബ്രഹ്മദേവനിൽ നിന്ന് കരസ്ഥമാക്കി. ആ വരം ഇങ്ങനെയാണ്: മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് താൻ മരിക്കരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ വെച്ച് തന്നെ കൊല്ലരുത്. ഈ വരങ്ങൾ സ്വന്തമാക്കിയതോടെ താൻ അജയ്യനും അമരനുമാണെന്ന് ഹിരണ്യകശിപു സ്വയം വിശ്വസിച്ചു. കാരണം മരണം തന്നെ തേടി വരാനുള്ള എല്ലാ വഴികളും അയാൾ ബുദ്ധിപൂർവ്വം അടച്ചു എന്ന് അയാൾ ഇതിൽ നിന്നും വിശ്വസിച്ചു. അപ്പോൾ ഈ അഹങ്കാരം അയാളെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കാണ് പിന്നീട് നയിച്ചത്. അതായത് തനിക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്നും തൻ്റെ രാജ്യത്ത് ആരും മഹാവിഷ്ണുവിനെ ആരാധിക്കാനേ പാടില്ലെന്നും അയാൾ നിയമം പുറപ്പെടുവിച്ചു. വാസ്തവത്തിൽ ഈശ്വരൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അയാളുടെ അജ്ഞതയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മാത്രവുമല്ല, താൻ നേടിയ വരങ്ങളുടെ അതിരുകൾക്കുള്ളിൽ താൻ സമ്പൂർണ്ണ സുരക്ഷിതനാണ് എന്ന് അയാൾ അന്ധമായി വിശ്വസിച്ചു. എന്നാൽ ഈ ഭൗതിക നിയമങ്ങൾക്കപ്പുറമുള്ള ദൈവീക ശക്തിയെ മനസ്സിലാക്കാൻ അയാൾക്കൊട്ട് സാധിച്ചുമില്ല. ഈ ഉദാഹരണം ഒരു മനുഷ്യൻ്റെ അതിരുകടന്ന അഹങ്കാരം അഥവാ അഹംബോധം ആ വ്യക്തിയെ എങ്ങനെ തൻ്റെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ആ ഒരു തത്വചിന്താപരമായ ഉദാഹരണമാണ് നമുക്കിതിൽ നിന്നും ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ ഹിരണ്യകശിപുവിനെ കുറിച്ചാണ് നോക്കിയത്. ഇനി അടുത്തത് പ്രഹ്ലാദൻ. നിസ്വാർത്ഥമായ ഭക്തിയുടെയും സത്യത്തിൻ്റെയും പ്രതീകം അതാണ് പ്രഹ്ലാദൻ. അസുര രാജാവായ ഹിരണ്യകശിപുവിന് തൻ്റെ എല്ലാ വിശ്വാസങ്ങൾക്കും വിപരീതമായി മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ ഒരു പുത്രൻ ജനിച്ചു. അപ്പോൾ അതിലേക്ക് ഇനി ഒന്ന് നോക്കുകയാണെങ്കിൽ, ഹിരണ്യകശിപു തനിക്ക് ലഭിച്ച വരബലത്തിൽ
അതിശക്തിമാനായി തീർന്നിരുന്നു. അതിനെ തുടർന്ന് ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതോടെ ദേവേന്ദ്രനും ദേവന്മാരും സ്ഥാനഭ്രഷ്ടരുമായി. അങ്ങനെ ദേവേന്ദ്രൻ ഗതിയില്ലാതെ നടക്കവേ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു എന്ന യുവതിയെ കണ്ടുമുട്ടാനിടയായി. പക്ഷേ ആ സമയം അവൾ ഗർഭിണിയായിരുന്നു. എന്നാൽ വരും വരാഴികയെക്കുറിച്ചുള്ള നാരദ മഹർഷിയുടെ മുന്നറിയിപ്പ് കേട്ടപ്പോൾ ദേവേന്ദ്രൻ പിൻവാങ്ങി. അതിനെ തുടർന്ന് ബ്രഹ്മർഷി നാരദൻ തൻ്റെ ആശ്രമത്തിലേക്ക് കയാധുവിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആശ്രമത്തിൽ വെച്ച് കയാധുവിന് വിഷ്ണു ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അവസരം ലഭിച്ചു. ഇങ്ങനെ കയാധു ഈ കഥകൾ പരിപൂർണ ഭക്തിയോടുകൂടി ശ്രവിച്ചതിനാൽ ഇത് ഗർഭസ്ഥ ശിശുവായിരുന്ന പ്രഹ്ലാദനിൽ അചഞ്ചലമായ വിഷ്ണു ഭക്തിക്ക് അടിത്തറവാകി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് പ്രഹ്ലാദന്റെ ഭക്തി ഒരു തരം ജന്മസിദ്ധമായ സ്വഭാവമായിരുന്നു എന്ന് ഭാഗവതത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ തൻ്റെ പിതാവിൻ്റെ ക്രൂരമായ പീഡനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പ്രഹ്ലാദനെ സഹായിച്ചത് അവൻ്റെ അചഞ്ചലമായ ഈ ഭക്തിയായിരുന്നു. ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ ഹിരണ്യകശിപു പ്രഹ്ലാദനെ മതയാനകളുടെ മുന്നിലേക്ക് എറിഞ്ഞും കൊടും വിഷമുള്ള പാമ്പുകളെ കൊണ്ട് കൊത്തിച്ചും നോക്കി, രക്ഷയില്ല. ഒടുവിൽ ശരീരത്തിന് അഗ്നിയിൽ നാശമുണ്ടാകില്ല എന്ന് വരബലമുള്ള തൻ്റെ സഹോദരി ഹോളികയോടൊപ്പം അഗ്നികുണ്ഡത്തിൽ കിടത്തിയും പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ പരീക്ഷണങ്ങളിലെല്ലാം പ്രഹ്ലാദൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ അത്ഭുതം നടന്നതെന്ന് ചോദിച്ചാൽ, പ്രഹ്ലാദൻ്റെ ഭക്തി കേവലം ഭയത്തിൽ നിന്നുള്ള ഒരു രക്ഷാമാർഗം എന്ന നിലയിൽ ആയിരുന്നില്ല, മറിച്ച് പരാഭക്തിയുടെ ഏറ്റവും ഉന്നതമായ രൂപമായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നവതാഭക്തിയുടെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമായിരുന്നു ഈ പ്രഹ്ലാദൻ. ഈ നവതാഭക്തി എന്നാൽ 9 തരം ഭക്തി: ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദം എന്നിങ്ങനെ 9 തരത്തിലുള്ള ഭക്തി ഒരാളിൽ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ജീവിച്ചിരിക്കെ തന്നെ യഥാർത്ഥ മോക്ഷസുഖം എന്താണെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കും. അതായത് തൻ്റെ അഹം എന്നുള്ള ആ ഒരു ഭാവം നശിച്ച് ഈശ്വരൻ എന്ന ഭാവത്തിൽ ലയിച്ചൊരു ഭക്തന് മാത്രമേ ഇത്തരത്തിലുള്ള 9 തരം ഭക്തിയിൽ നിന്നുള്ള അനുഗ്രഹം അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ പ്രഹ്ലാദൻ നേടിയെടുത്ത അനുഗ്രഹമാണ് അവൻ നേരിട്ട പീഡനങ്ങളെ അതിജീവിക്കാൻ അവന് കരുത്തു പകർന്നത്. ഈ പറഞ്ഞ നവതാഭക്തി ഒരിക്കലും പ്രയത്നിച്ചു നേടേണ്ട ഒന്നല്ല, ഇത് ജന്മസിദ്ധമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഇത് പ്രയത്നത്തിലൂടെ മാത്രമേ ഈ ജന്മത്തിൽ പരിപൂർണമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വാസ്തവം. എന്ന് വെച്ചാൽ അലസന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് സാരം. ഇനി ഇതിൽ അവസാനമായി ഒന്ന് റൗണ്ട് ചെയ്ത് പറയാനുള്ളത്, സർവശക്തനായ ദൈവം അഥവാ ഈ പ്രപഞ്ചശക്തി നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നമുക്ക് ആ ശക്തിയെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ആ ശക്തിക്ക് നമ്മളെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞതാണ്. എന്നാൽ വേദാന്ത ഭാഷയിൽ ഈ ശക്തി ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യമില്ല, കാരണം അത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതിനാൽ നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചശക്തി സർവാധാരഭൂഷിയായി നിൽക്കുന്നു. അതായത് പ്രാണശക്തി രൂപത്തിലും യജ്ഞം, തപസ്, കീർത്തി, പൗരുഷം, ശ്രീ എന്നീ രൂപങ്ങളിലെല്ലാം ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, അതുകൊണ്ട് അതിലേക്ക് നമുക്കിപ്പോൾ പോകാൻ സാധിക്കില്ല. ഇനി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ഒന്ന് കേൾക്കാം. എന്തുകൊണ്ട് ഈ സ്റ്റോറി ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഒരു 10 കുട്ടികൾ കേട്ടാൽ അതിൽ ഒരു 2 പേരെങ്കിലും ഈ ട്രാക്കിലൂടെ ഒന്ന് വളർന്നു കിട്ടിയാൽ അതിലും വലിയൊരു പുണ്യപ്രവൃത്തി വേറെയില്ല. അതുകൊണ്ടാണ് ഇത് ഈ സ്റ്റോറി രൂപത്തിൽ ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം. പണ്ട് ഹിരണ്യകശിപു എന്നൊരു അസുരരാജൻ ജീവിച്ചിരുന്നു. കഠിനമായ തപസ്സിലൂടെ തനിക്ക് മനുഷ്യനോ മൃഗമോ ആകാശത്തോ ഭൂമിയിലോ രാവോ പകലോ വീടിനകത്തോ പുറത്തോ വെച്ച് ഒരായുധം കൊണ്ടും മരണം സംഭവിക്കരുതെന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം നേടി. ഈ ശക്തിയിൽ അഹങ്കാരിയായ അവൻ ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിച്ചു. ഹിരണ്യകശിപു തപസ്സിനായി പോയ സമയത്ത് ഇന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ അസുരലോകം ആക്രമിച്ചു. അവർ ഹിരണ്യകശിപുവിന്റെ ഗർഭിണിയായ ഭാര്യ കയാധുവിനെ ബന്ധിയാക്കി. അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞ് മറ്റൊരു മഹാസുരനായി തീരുമെന്ന് ഭയന്ന ഇന്ദ്രൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ സമയം നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇന്ദ്രനെ തടയുകയും ചെയ്തു. അരുതിന്ദ്ര, അദ്ദേഹം പറഞ്ഞു,
കയാധുവിന്റെ ഗർഭത്തിലുള്ള ശിശു ഒരു മഹാവിഷ്ണു ഭക്തനാണ്. അവൻ ലോകത്തിന് നന്മ ചെയ്യും. നാരദൻ കയാധുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം അവൾക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ മഹിമകളെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊടുത്തു. അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ എന്ന ആ ശിശു എല്ലാം കേട്ടുപഠിച്ചു. പ്രഹ്ലാദൻ ജനിച്ചു. അവൻ വളർന്നപ്പോൾ മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനായി മാറി. ഇത് പിതാവായ ഹിരണ്യകശിപുവിനെ വളരെയധികം കോപാകുലനാക്കി. എന്റെ ശത്രുവായ വിഷ്ണുവിനെ ആരാധിക്കുന്നോ? അവൻ മകനോട് ഗർജിച്ചു. ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചു. കൊക്കയിൽ നിന്ന് താഴേക്കെറിഞ്ഞു, തീയിലിട്ടു, വിഷം കൊടുത്തു. എന്നാൽ ഓരോ തവണയും ഭഗവാൻ വിഷ്ണു തന്റെ ഭക്തനെ അത്ഭുതകരമായി രക്ഷിച്ചു. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഹിരണ്യകശിപു അലറി, "എവിടെയാണ് നിന്റെ വിഷ്ണു?" പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, "അദ്ദേഹം എല്ലായിടത്തുമുണ്ടച്ഛാ." "അങ്ങനെയാണെങ്കിൽ ഈ തൂണിലുണ്ടോ അവൻ?" ഹിരണ്യകശിപു ഒരു തൂണിനു നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. "ഉവ്വ്, ഈ തൂണിലുമുണ്ട്." പ്രഹ്ലാദൻ പറഞ്ഞതും ഹിരണ്യകശിപു തന്റെ ഗദകൊണ്ട് ആ തൂൺ തല്ലിത്തകർത്തു. ഭയങ്കരമായൊരു അലർച്ചയോടെ തൂൺ പിളർന്നു. അതിൽ നിന്ന് സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഭീകരരൂപമായ നരസിംഹം പ്രത്യക്ഷപ്പെട്ടു. നരസിംഹം ഹിരണ്യകശിപുവിനെ പിടികൂടി. അവനെ കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് അകത്തുമല്ല പുറത്തുമല്ല കൊണ്ടുപോയി. സന്ധ്യാസമയത്ത് രാവുമല്ല പകലുമല്ല, തന്റെ മടിയിൽ ഭൂമിയിലുമല്ല ആകാശത്തുമല്ല കിടത്തി. തന്റെ മൂർച്ചയേറിയ നഖങ്ങൾ ആയുധമല്ല കൊണ്ട് അവന്റെ മാറു പിളർന്നു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും നരസിംഹത്തിന്റെ കോപമടങ്ങിയില്ല. ദേവന്മാർ പോലും ഭയന്നു വിറച്ചു. ഒടുവിൽ പ്രഹ്ലാദൻ ഭയമില്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു പ്രാർത്ഥിച്ചു. ആ നിഷ്കളങ്കമായ ഭക്തി കണ്ടപ്പോൾ നരസിംഹത്തിന്റെ കോപം ശാന്തമായി. ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് പുതിയ രാജാവായി വാഴിച്ചു.